ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് എന്തായാലും ഫുൾ പോർഷൻ ഇല്ല. ട്രാൻസ്ഫോമറിന് മുമ്പ് വരെയാണെന്നാണ് പല സ്കൂളുകളിലും പറയുന്നത്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം അതുവരെ വരുന്ന ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കേണ്ട എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കാന്തം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അവിടെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, മുമ്പത്തെ അതിന് മുന്നത്തെ ചാപ്റ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോയും ഉണ്ടാകണം. അതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. എന്താണ്? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യും? ഒന്നുകിൽ നമ്മൾ ഈ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിലിനകത്തോട്ട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ കാന്തത്തിന് മുകളിലോട്ട് മൂവ് ചെയ്താലും മതി. എപ്പോഴാണോ കാന്തവും അതുപോലെ ഈ പറയുന്ന കോയിലിനും ഇടയിൽ ഒരു റിലേറ്റീവായ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അപ്പോൾ ഈ പറയുന്ന ഗാൽവനോമീറ്ററിൽ നമുക്ക് ഡിഫ്ലക്ഷൻ കാണാനായിട്ട് സാധിക്കും. രണ്ടുപേരെയും ഒരുമിച്ച് മൂവ് ചെയ്യുന്ന കേസ് എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകില്ല. അതുപോലെ റെസ്റ്റിലിരിക്കുമ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. പരസ്പരം ഇവർക്കിടയിൽ റിലേറ്റീവായ മൂവ്മെൻറ്റ് ഉണ്ടാകണം. അപ്പോൾ ആദ്യം ഇപ്പോൾ കോയിൽ താഴോട്ടാക്കിയപ്പോൾ വലത്തോട്ടാണ് ഡിഫ്ലക്ട് ചെയ്തതെങ്കിൽ കോയിൽ മുകളിലേക്ക് ആക്കുമ്പോൾ ഇടത്തോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയാൽ സോളിനോയിഡ് സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ ഉണ്ടാവത്തില്ല, മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകും. സ്റ്റേഷനറി ആയി വെക്കുമ്പോൾ ഉണ്ടാവത്തില്ല, മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകും. രണ്ടുപേര് നോക്കിയേ, ഇനി സ്റ്റേഷനറി ആയിട്ട് വയ്ക്കാതെ നമ്മൾ കാന്തത്തിനെ മാഗ്നറ്റിനെ മൂവ് ചെയ്താലും ഉണ്ടാവും. പക്ഷെ രണ്ടുപേരെ ഒരുമിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ഇത് ഈ പറയുന്ന കറണ്ട് ഉണ്ടാകത്ത് ഇല്ല. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന കാരണം ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഞാൻ തൊട്ട് മുമ്പത്തൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ, നമ്മളൊരു മാഗ്നറ്റ് എടുക്കുമ്പോൾ അതിന് ചുറ്റും നമ്മളൊരു ഗിവൺ ഏരിയ എടുക്കുന്നു, ഒരു യൂണിറ്റ് ഏരിയ എടുക്കുന്നു. ഈ ഏരിയയിലൂടെ എത്രത്തോളം ലൈൻസ് കടന്നു പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു കോയിലുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണ്. അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ whenever the magnetic flux linked with a coil changes, an EMF is induced in the circuit and this is called electromagnetic induction. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ EMF എന്ന് വെച്ചാൽ? ഇലക്ട്രോണുകളെ ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫോഴ്സ്, ഈ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അത് കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. അത് നമ്മൾ എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് the phenomena of inducing an EMF across a conductor due to change in the magnetic flux linked with the conductor is called electromagnetic induction. ഇത് കണ്ടെത്തിയത് മൈക്കിൾ ഫാരഡേ ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. ഇതുവഴി ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ പേര് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, ഉണ്ടാകുന്ന കറണ്ടിൻ്റെ പേര് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്താൽ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കും. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, സോളിനോയിഡിൻ്റെ ടേൺസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ അളവ് കൂടും. അടുത്ത സ്പീഡ്, എത്ര സ്പീഡിലാണ് നമ്മൾ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? പെട്ടെന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ അത്രത്തോളം കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കതിൽ നിന്ന് 3 കാര്യങ്ങൾ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. 1 കാന്തത്തിൻ്റെ സ്ട്രെങ്ത്, 2 കോയിലിൻ്റെ എണ്ണം, 3 അവിടെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിൻ്റെ സ്പീഡ്. ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കറണ്ടിനെ 2ആയിട്ട് തിരിക്കാൻ പറ്റും. AC കറണ്ട് എന്നും DC കറണ്ട് എന്നും. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങോട്ട് കോയിലിനെ മൂവ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് ആ വശത്തോട്ട് പോയെങ്കിൽ ഓപ്പോസിറ്റ് ദിശയിൽ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ദിശയിൽ മൂവ് ചെയ്യും. അപ്പോൾ കറണ്ടിനെ നമുക്ക് 2ആയി തിരിക്കാം. DC കറണ്ട് എന്നും AC കറണ്ട് എന്നും. DC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. ഇത് ആരൊക്കെ ഉൽപ്പാദിപ്പിക്കും? പ്രധാനമായിട്ടും ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കുന്നത് DC കറണ്ടാണ്. അതുപോലെ DC ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്നത് DC കറണ്ടാണ്. AC ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, AC ജനറേറ്റർ. DCയുടെ ഗ്രാഫ് 2 തരത്തിൽ വരും. ഒന്ന്, ഇത് ഇങ്ങനെ വരച്ചാൽ അത് DCയുടെ ഗ്രാഫ്. അതുപോലെ മുകളിലത്തെ വശത്ത് മാത്രം വന്നു കഴിഞ്ഞാലും അത് DCയുടെ ഗ്രാഫ്. ഇത് DC ബാറ്ററി ഗ്രാഫ്, ഇത് DC ജനറേറ്റർ ഗ്രാഫ്. AC-യുടെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സമയത്തിനനുസരിച്ച് കൂടും കുറയും. ഈ ഗ്രാഫ് ഉറപ്പായിട്ടും ചോദിക്കും എന്നെനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഈ ഗ്രാഫ് ഒന്ന് നോക്കി വെച്ചോളണം.
DC ജനറേറ്റർ, AC ജനറേറ്റർ, DC ജനറേറ്റർ, സെല്ലിൽ കണ്ടോ വോൾട്ടേജ് എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറത്തില്ല. ഈ പറയുന്ന DC ജനറേറ്റർ ആകുമ്പോൾ വോൾട്ടേജ് കൂടും കുറയും സമയത്തിനനുസരിച്ച്, പക്ഷേ ഒരിക്കലും നെഗറ്റീവ് പോകത്തില്ല. AC-ലാകുമ്പോൾ കൂടും കുറയും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ജനറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ മോട്ടോർ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് എന്ത്? ജനറേറ്റർ. മോട്ടോർ, DC മോട്ടോറിൽ പഠിച്ച അതേ കാര്യം തന്നെ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ് ആ വ്യത്യാസം? ദാ ഇവിടെ സ്ലിപ്പ് റിംഗ് ഉപയോഗിച്ചാൽ AC ജനറേറ്റർ, സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ചാൽ DC ജനറേറ്റർ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ D എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? അപ്പോൾ അതുപോലത്തെ 2 Dകൾ ചേരുമ്പോഴാണ് 2 സ്പ്ലിറ്റ് റിംഗ് ആവുന്നത്. ഓക്കെ, അപ്പോൾ DCക്കാണ് സ്പ്ലിറ്റ് റിംഗ്. അപ്പോൾ D ആകുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തല്ലേ ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് DC ജനറേറ്റർ. സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് AC ജനറേറ്റർ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി വർക്കിംഗ് ഒക്കെ സെയിം. നമ്മൾ അങ്ങോട്ട് കറക്കുകയാണ് ചെയ്യുന്നത്, സ്വന്തമായിട്ട് കറങ്ങുകയല്ല. നമ്മൾ നീരാവി ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടോ കറക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടായതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂളുണ്ട്. അതാണെന്ത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. പക്ഷേ ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ജസ്റ്റ് അത് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇനി പവർ സ്റ്റേഷനുകൾ. ഇവിടെ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. നോക്കിക്കോ, പവർ സ്റ്റേഷനിൽ നിന്ന് ചോദ്യം വരും. പവർ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും? ഈ പറയുന്ന ഓരോ പവർ സ്റ്റേഷനും നടക്കുന്ന എനർജി കൺവേർഷനും പിന്നെ പഠിക്കാൻ വിട്ടുപോകുന്ന എക്സാമ്പിൾസും ചോദിക്കാൻ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. മോഡൽ ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത് കൊണ്ടാണ് ഇത് പറയുന്നത്, വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ എന്താണ് പവർ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇലക്ട്രിക്കൽ എനർജി ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷൻസ്. തെർമലുണ്ട്, ന്യൂക്ലിയർ ഉണ്ട്, ഹൈഡ്രോ ഉണ്ട്. അപ്പോൾ തെർമൽ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കോള്, CNG പോലെയുള്ളവ കത്തിച്ച് അതിൽ നിന്ന് നീരാവി ഉണ്ടാക്കി ടർബൈനെ കറക്കിയാൽ അത് തെർമൽ. എന്നാൽ ന്യൂക്ലിയർ എനർജി വഴി സ്റ്റീം ഉണ്ടാക്കി കറക്കിയാൽ അത് ന്യൂക്ലിയർ. കെട്ടിക്ക് നിൽക്കുന്ന വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പെൻസ്റ്റോക്കിലൂടെ കൈനറ്റിക് എനർജിയാക്കി മാറ്റി ഉണ്ടാക്കിയാൽ അത് ഹൈഡ്രോ. മേട്ടൂരും ബ്രഹ്മപുരവും തെർമൽ, കൂടംകുളവും കൽപ്പാക്കവും ന്യൂക്ലിയർ, മൂലമറ്റം പള്ളിവാസൽ ഹൈഡ്രോ. എക്സാമ്പിൾസ് നോക്കി വെച്ചോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് പവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന ലോസ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി പവർ സ്റ്റേഷനെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഈ പറയുന്ന വീടിലേക്ക് എത്തിക്കാൻ ഒരുപാട് ദൂരം വയറിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഉണ്ടാകുന്ന ലോസിൻ്റെ പേരെന്ത്? ട്രാൻസ്മിഷൻ ലോസ്. എന്ത് ലോസാണിത്? ട്രാൻസ്മിഷൻ ലോസ്. ട്രാൻസ്മിഷൻ ലോസിൽ എന്തിൻ്റെ ഫോമിലാണ് ലോസ് ആവുന്നത്? ഹീറ്റിൻ്റെ ഫോമിലാണ് ലോസ് ആവുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് എങ്ങനെ കുറയ്ക്കാം? ഹീറ്റ് കുറച്ചാൽ മതി. ഇപ്പോൾ ഹീറ്റ് എന്ന് വെച്ചാൽ I²RT ആണല്ലോ. അപ്പോൾ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ I കുറയ്ക്കണം, R കുറയ്ക്കണം, T കുറയ്ക്കണം. T കുറയ്ക്കാൻ പറ്റില്ല. R എങ്ങനെ കുറയ്ക്കും? അലൂമിനിയം പോലെയുള്ള റെസിസ്റ്റിവിറ്റി കുറവുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കണ്ടക്ടിങ് വയർ ഉണ്ടാക്കിയാൽ റെസിസ്റ്റൻസിൻ്റെ പ്രകാരം സോൾവ് ആയി. കറണ്ട് എങ്ങനെ കുറയ്ക്കും? കറണ്ട് കുറയ്ക്കാനുള്ള ഏക വഴി പവർ നഷ്ടം വരാതെ കറണ്ട് കുറയ്ക്കണം. അല്ലെങ്കിൽ ചുമ്മാ റെസിസ്റ്റർ ഇട്ട് കൊടുത്താൽ മതി, കറണ്ട് കുറഞ്ഞോളൂ. പക്ഷേ പവർ നഷ്ടം വരാതെ കുറയ്ക്കണമെങ്കിൽ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ V/I. അപ്പോൾ പവറിന് മാറ്റം വരാതെ കറണ്ട് കുറയ്ക്കണമെങ്കിൽ വോൾട്ടേജിനെ കൂട്ടണം. സോ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ലോസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. കറണ്ട് കുറയ്ക്കുന്നത് എങ്ങനെ? വോൾട്ടേജ് കൂട്ടിയിട്ട്. അപ്പോൾ എങ്ങനെ കൂട്ടും? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോമർ അപ്പോൾ എന്താണ്? ഒരു AC സർക്യൂട്ടിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അത് DC-യിൽ ഒരിക്കലും വർക്കാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ DC-യിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇതാണ് ഉത്തരം. വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ DC-ക്ക് പറ്റത്തില്ല, AC-ക്കേ പറ്റത്തുള്ളൂ. സോ AC-യിലെ ട്രാൻസ്ഫോമർ വർക്കാവുള്ളൂ. AC-യിൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു കോയിലുണ്ട്, ഇതിനെ പ്രൈമറി എന്ന് വിളിക്കും. രണ്ടാമത്തെ കോയിലിന് സെക്കൻഡറി എന്ന് വിളിക്കും. പ്രൈമറിയിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ എന്തെടുക്കും? ഔട്ട്പുട്ട് എടുക്കും. അപ്പോൾ പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്തിലായിരിക്കും വ്യത്യാസം? ഈ കാണുന്ന ടേൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം കാണും. ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറിയിൽ കുറഞ്ഞാൽ വോൾട്ടേജ് കുറയും. ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറി തിരിച്ചു പോയി അല്ലേ? ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറിയിൽ കുറവാണെങ്കിൽ വോൾട്ടേജ് കുറയും. ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറി കൂടുതലാണെങ്കിൽ വോൾട്ടേജ് കൂടും. തിരിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ട്രാൻസ്ഫോമർ. ഈ പ്രിൻസിപ്പിളിൻ്റെ പേര്, അല്ലെങ്കിൽ ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ? പ്രൈമറിയിൽ കറണ്ട് കൊടുക്കുമ്പോൾ പ്രൈമറിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. AC കറണ്ടാണ് കൊടുക്കുന്നതെന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും കുറയുകയും ചെയ്യും.
അപ്പോൾ രണ്ടാമത്തെ കോയിൽ ഇരിക്കുന്നത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിലായില്ലേ. സോ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ എന്തുണ്ടാകും? EMF ഉണ്ടാകൂലേ. ആ EMF കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകൂലേ. ആ കറണ്ട് കാരണം ഇവിടെ നമുക്ക് കറണ്ട് ഫ്ലോ കിട്ടും. പക്ഷേ ടേണിൻ്റെ എണ്ണം കൂടുമ്പോൾ വോൾട്ടേജ് കൂടും, ടേണിൻ്റെ എണ്ണം കുറഞ്ഞാൽ വോൾട്ടേജ് കുറയും. അപ്പോൾ ട്രാൻസ്ഫോമറിലെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി ഓർ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ വൺ ഓഫ് ദം ചേഞ്ചസ് കാരണം എന്ത് പറ്റും? സെക്കൻഡറിയിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ, EMF ഇൻഡ്യൂസ് ചെയ്താൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് ശ്രദ്ധിച്ചു നോക്കടാ. എന്താണ്? ടേൺസിൻ്റെ എണ്ണം കണ്ടു. ഇവിടുത്തെ ടേൺസിൻ്റെ എണ്ണം നമ്മൾ NP എന്ന് വിളിക്കും, ഇവിടുത്തെ ടേൺസിൻ്റെ നമ്മൾ NS എന്ന് വിളിക്കും, ഇവിടുത്തെ വോൾട്ടേജിനെ VP എന്ന് വിളിക്കും, ഇവിടുത്തെ വോൾട്ടേജിനെ VS എന്ന് വിളിക്കും. അപ്പം നോക്കിയേ, പ്രൈമറിയിൽ വോൾട്ടേജ് നമ്മൾ കൊടുത്തു, ടേൺസിൻ്റെ എണ്ണം കുറവാണ്, ടേൺസിൻ്റെ എണ്ണം കുറവാണ്. ഇവിടെ ടേൺസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ടേൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ വോൾട്ടേജും കൂടും. അപ്പോൾ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായി സെക്കൻഡറി കിട്ടും, അപ്പോൾ വോൾട്ടേജ് കൂടും. പക്ഷേ വോൾട്ടേജ് കൂടുമ്പോൾ അതനുസരിച്ച് കറണ്ട് കുറയും. അപ്പോൾ ചെറിയ കറണ്ട് മതിയല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വയറിൻ്റെ തിക്നെസ് എന്ത് ചെയ്തേക്കുന്നത്? കുറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു? ഇവിടെ അതിനേക്കാളും തിക്നെസ് കുറവ്. എന്തുകൊണ്ടാണ്? ഇവിടെ വോൾട്ടേജ് ആണ് കൂടുതൽ, അപ്പോൾ കറണ്ട് കുറയും. കുറഞ്ഞ കറണ്ട് കൊണ്ടുപോകാൻ ചെറിയ വയർ മതി, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് ഡൗണിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ടേൺസിൻ്റെ എണ്ണം കുറയും. പക്ഷേ അറിയാം, ടേൺസിൻ്റെ എണ്ണം കുറയുമ്പോൾ വോൾട്ടേജ് കുറയും, വോൾട്ടേജിൻ്റെ എണ്ണം കുറയുമ്പോൾ കറണ്ട് കൂടും. അതുകൊണ്ടാണ് ഇവിടെ തിക്ക് വയർ യൂസ് ചെയ്തേക്കുന്നത്. ഇതങ്ങ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീർന്നു. കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാക്കിയാൽ അത് വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? രണ്ട് ഇക്വേഷൻ. VS/VP = NS/NP. ഇനി ട്രാൻസ്ഫോമറിനകത്ത് പവർ ലോസ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? VS/VP എന്ന് പറയുന്നത് IP/IS എന്ന് എഴുതാം. ഈ ഫോർമുല വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്. അത് വെച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത്. പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പരീക്ഷയ്ക്ക് ഇല്ലെന്നാണ് അറിയുന്നത് എന്ന് എനിക്ക് ഒരിക്കലും ഞാൻ കൺഫേം പറയുന്നില്ല. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു തരുന്നു എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പവർ സ്റ്റേഷൻ, അത് എത്തുന്ന സ്ഥലമാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പല രീതിയിൽ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പവർ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് ഏത് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അങ്ങനെ നമ്മൾ 220 kV ആയിട്ട് കൂട്ടും. അത് സബ്സ്റ്റേഷനിലെത്തുമ്പോൾ നമ്മൾ കുറയ്ക്കും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. അതുപയോഗിച്ച് നമ്മൾ എത്രയായിട്ട് കുറയ്ക്കും? 110 ആയിട്ട് കുറയ്ക്കും. അത് സെക്കൻഡറി സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് വീണ്ടും കുറച്ച് എത്രയാക്കും? 11 ആക്കും. അവിടെയും സ്റ്റെപ്പ് ഡൗൺ. അത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എത്തുമ്പോൾ വീണ്ടും കുറച്ച് എത്രയാക്കും? 230 വോൾട്ട് ആക്കും. സോ നമ്മുടെ വീട്ടിൽ കറണ്ട് കിട്ടുന്ന എത്ര? 230. എവിടെയൊക്കെ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ചു? പവർ സ്റ്റേഷനിൽ മാത്രം. എവിടെയൊക്കെ സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിച്ചു? സബ്സ്റ്റേഷനിൽ, സെക്കൻഡറി സബ്സ്റ്റേഷനിൽ, ഡിസ്ട്രിബ്യൂഷനിൽ. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് എത്തുന്നത്. ഇനി ഹൗസ് ഹോൾഡ് വയറിങ്ങിൻ്റെ ഭാഗം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക. ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, നമ്മുടെ വീട്ടിലേക്ക് എത്ര ലൈൻ വരും? ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. അത് ആദ്യം കൊടുക്കുന്നത് നമ്മുടെ കറണ്ട് മീറ്ററിലാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്വിച്ച് കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് നോക്കടാ. ന്യൂട്രലും ഫേസിലും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഫേസിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ സീരീസ് കണക്ഷൻ എന്ന് വിളിക്കും. ഇനി ഇവിടെ ഒരു അടുത്ത് പോകുന്നത് എങ്ങോട്ടാണ്? മെയിൻ സ്വിച്ച്, അവിടുന്ന് ELCB, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. നമ്മുടെ വീട്ടിലോട്ട് കറണ്ട് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു പച്ച വയർ പോകുന്നുണ്ട്, അതിൻ്റെ പേര് എർത്ത് വയറാണ്. അതെവിടെയാണ്? ഉപകരണങ്ങളുടെ മെറ്റൽ ബോഡിയിലാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം പിടിച്ച് ഭൂമിയിലോട്ട് അത് കൊടുത്തേക്കും. കറണ്ട് ലീക്കേജ് കളയാനാണ് ഇത് വെച്ചേക്കുന്നത്. എന്തായാലും ഇത്രയും ടോപ്പിക്ക് മാക്സിമം പോയി ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. അതിനപ്പുറമുള്ളത് വരാൻ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇതിൻ്റെ ക്ലാസ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി പോയിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇതും കൂടി പഠിച്ചു വയ്ക്കാം. എങ്കിലും ഇല്ലെന്നാണ് പൊതുവിൽ പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സസൈസ് ഈസി ആയിക്കോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.